അങ്ങനെ നമ്മൾ നീലാദ്രിയിലെ നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരു വീഡിയോ അന്നേ പ്ലാൻ ചെയ്തത്, അത് ഇന്നാണ് എടുക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഇത് കണ്ട നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പാടില്ലേ അങ്ങോട്ടേക്ക് ഇതാ പുതിയ ഷോപ്പൊക്കെ ഇവിടെ ഹോട്ടലൊക്കെ വന്നിട്ടുണ്ട്. ചെറിയതായിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻ്റൊക്കെ ചെറുത് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ. ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുന്ന പീടിയാണ്. ഇത് നമ്മളെ നരസിംഹസ്വാമി ടെമ്പിളിൽ നിന്ന് നരസിംഹസ്വാമി ടെമ്പിളിലും രാമൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പോൾ ഓക്കെ, നമുക്കിനി നീലാദ്രി ഇതാ ഇതിലെ കുറച്ച് പോയപാട് നീലാദ്രി എത്തും. നീലാദ്രി എത്തിയിട്ട് കാണാം. നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി. നമ്മൾ ഇത് എങ്ങനെയാണ് വന്നത്, നമ്മൾ പിന്നെ ലേഔട്ടിൽ നിന്ന് കയറി ഈ റോഡിന് മുട്ടിയിട്ട് റോഡിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ഇവിടെ നമ്മൾ തോഗൂർ ക്രോസിലെത്തി. ഇവിടെ ഇതാണ് തോഗൂർ ക്രോസ്. നമ്മൾ രാവിലെ പോയത് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് നമ്മൾ വന്നത്. ഇപ്പോൾ രണ്ട് വഴിയുണ്ട്, അതിലെയും ഇതിലെയും പോയാലും അവിടെ എത്തും. നമ്മൾ നീലാദ്രീൻ്റെ ഇവിടെ തോഗൂർ ക്രോസ് എന്ന് പറയും. തോഗൂർ ക്രോസിലാണ് ഉള്ളത്. ഇവിടുന്ന് സ്റ്റാർട്ടാവുകയാണ് ശരിക്കും. ഈ ബിൽഡിങ് നല്ല ഒരുപാട് ഷോപ്പുണ്ട് ഇതിൽ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിലും പിന്നെ കുറച്ച് ഷോപ്പുകളുണ്ട് അവിടെയും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എന്നുള്ളത് ഒരു പിന്നെ ബാക്കിൽ കാണുന്നില്ലേ ഈ സംഭവമാണെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഇതിൻ്റെയാണ് മൾട്ടിപ്ലക്സിൻ്റെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഓൾമോസ്റ്റ് ഒരു ക്രോർസ് ഇത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് കോർട്ടിൻ്റെ സ്റ്റേ വന്നിട്ട് അത് സ്റ്റോപ്പായിട്ടായില്ലേ. അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്ലക്സിൻ്റെ ഇതിലും ഈ സമയം കൊണ്ട് വരാൻ സമയമായി ശരിക്കും. അത്ര കൺസ്ട്രക്ഷൻ താഴെ നിന്ന് 2 നില, ഇപ്പം പിന്നെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് 2 നില കഴിഞ്ഞ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരെ എത്തി നിൽക്കുകയാണ് കൺസ്ട്രക്ഷൻ. ഇത് കവർ ചെയ്തിട്ടുണ്ട് ഈ കോർണറിൽ. അതിപ്പോൾ സ്റ്റോപ്പായിട്ടായില്ലേ. അതൊരു ഭയങ്കര അടിയായിപ്പോയി. ഈ ബിൽഡിംഗ് ഇപ്പം വന്നതാണ്. പാൻലൂംസിൻ്റെ ഷോറൂമാണിത്, ഷോപ്പാണ്. അതിൻ്റെ മുകളിൽ ഒരു പബ്ബും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ബൗളിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമ്മൾ ആ ബൗൾ കളിക്കുന്ന സാധനമാണ്. ഇങ്ങോട്ട് നോക്കിയേ, അതാണ് ഒരുപാട് ഷോപ്പ് അങ്ങോട്ടേക്കുണ്ട്. പിള്ളേരെ സ്കൂളെല്ലാം അങ്ങോട്ടാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഈ ക്രോസിൽ നിന്ന് അങ്ങോട്ടേക്ക് അധികം ഷോപ്പില്ല, കുറച്ച് പേരെ അതിൻ്റെ ഒരു ഷോപ്പുണ്ട്. നമുക്കിനി ഇങ്ങോട്ടേക്ക് പോവാം. ശരിക്കും നീലാദ്രി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്. നമ്മളങ്ങനെ തോഗൂർ ക്രോസ് എന്ന നീലാദ്രിയിലേക്ക് നടക്കുമ്പം ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ചാറ്റൊക്കെ കഴിക്കാൻ പറ്റിയ ഷോപ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാരൊക്കെ കണ്ട. പിന്നെ ഗോ ഹാപ്പി, ഇതൊരു ഹൈപ്പർ മാർക്കറ്റാണ്. പിന്നെ ജ്യൂസി എന്ന് പറയുന്നത് നമ്മളെ മലയാളീസിൻ്റെ ആണ്, ഒരു അടിപൊളി ജ്യൂസ് ഷോപ്പാണ്. റൈറ്റ് സൈഡിലെ ലൈനിൽ സുഡിയോ, മാക്സ്, വെസ്റ്റ് സൈഡ്, അങ്ങനെ 3 ഇതായില്ലേ ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ. അതും അടിപൊളിയാണ്. പിന്നെ ഇതാ സോച്ചിൻ്റെ ഇത് ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ നമ്മൾ നീലാദ്രിയിലെ പ്രൈം പോയിന്റിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് നമ്മൾ MG റോഡിലെ ബ്രിഗേഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതേപോലെ ഈ ഒരു കോർണറിൽ ഒരുപാട് ഷോപ്പ് 2 സൈഡിലും ഉണ്ടായതുകൊണ്ട് നല്ല ബ്യൂട്ടിയാണ്. നൈറ്റ് വ്യൂ അടിപൊളി അല്ലേ കാണാൻ.
ഇത് മെയിൻ റോഡിൻ്റെ താഴേക്കുള്ള ഒരുപാട് ക്രോസിൽ ഇങ്ങനെ ഒരുപാട് ചാറ്റ്സൊക്കെ ഉള്ള ഷോപ്പുണ്ട്. ഇതൊരു അടിപൊളി ഒരു ചാറ്റ് സെൻ്ററാണ്. നമ്മളിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണറിൽ വന്നിട്ട് നമ്മളിരുന്നാൽ ഒരുവിധം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തെയും ഫേമസ് ആയ ഫുഡുകളും എല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ. ഈവൻ രാജസ്ഥാനി ഫുഡായാലും, ഈവൻ ബീഹാറിലെ ഫുഡാണെങ്കിലും, ഇനി തമിഴ്നാടാണെങ്കിലും കേരളയാണെങ്കിലും ഒരുവിധം എല്ലാം. നോർത്ത് ഇന്ത്യൻസാണ് കുറച്ച് കൂടുതൽ, പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ അധികം വരുമ്പം നല്ല റഷ് ഉണ്ടാവാറുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതേപോലെ നീലാദ്രി മെയിൻ റോഡിൽ നിന്ന് താഴേക്ക് ഒരുപാട് ക്രോസ് ഉണ്ട്. ആ ക്രോസിലൊക്കെ ഇതേപോലെ ഒരുപാട് ഫുഡ് ഐറ്റായാലും അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതൽ മുന്നോട്ട് നടന്നില്ല. ഹാഫ് ഓഫ് ദ വേ അഗെയിൻ നടക്കാനുണ്ട്. ശരിക്കും നമ്മൾ രാവിലെ A-to-Bയിൽ പോയില്ലേ, A-to-Bയിൽ പോകുന്ന സ്ഥലം വരെ ഇതേപോലെ പല ഷോപ്പുകളാണ്. നീലാദ്രി അത്രയും ഇമ്പ്രൂവ്മെൻറ്റും ഡെവലപ്മെൻറ്റും ആയി. അതുകൊണ്ട് നമ്മൾ പകുതിക്കുന്ന് തിരിച്ച് നടക്കുകയാണ് ഇനി ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഇതാണ് നമ്മൾ ഇലക്ട്രോണിക് സിറ്റി ഫേസ് 1 ബ്രിഗേഡ് റോഡ് കേട്ടോ. ഞാനിട്ട് പേരാ, അടിപൊളി. അതേപോലെ തന്നെ ഉണ്ട്, ഒരു ഫീലാണ്. നമ്മൾ ആ ബ്രിഗേഡിൽ ഇറങ്ങുമ്പോൾ ഇല്ലേ ആ ഒരു രണ്ട് സൈഡിലും ഇതേപോലെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പ്. അതേപോലെയാണ് MG റോഡിലെ ബ്രിഗേഡിൽ. അതേപോലെ തന്നെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വന്നാൽ. ഇത്രയും ദൂരം പോകാണ്ട് വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊക്കെ ഭയങ്കര ഒരു എൻജോയ്മെൻ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ വീക്കെൻഡിലൊക്കെ.
ഇലക്ട്രോണിക് സിറ്റി ഇപ്പം അടിപൊളി റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മളെ മെട്രോയും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു വേറെ സംഭവമാണ്. അതിലിപ്പോൾ അടുത്ത് തന്നെ വരും. അത് കൂടാണ്ട് മെയിനായിട്ടൊരു മിസ്സിങ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിംഗ് മാൾ വിത്ത് മൾട്ടിപ്ലെക്സ്, അത് മാത്രമാണ് മിസ്സിങ്. അടുത്തുണ്ട് മീനാക്ഷി മാളൊക്കെ, അതൊക്കെ കുറച്ച് ദൂരെ. ഇവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ നമുക്കൊരു നിയർ ഏരിയയിൽ മെയിനായിട്ടൊരു മിസ്സിങ് വന്നത് മൾട്ടിപ്ലെക്സ് ആണ്. അതും ഫേസ് 2 വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. എവിടെയാണ് ആദ്യം വരിക എന്നറിയില്ല. നമ്മളടുത്തില്ല, നേരത്തെ കാണിച്ചെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. പണ്ടൊക്കെ ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഷോപ്പുകളും ഇല്ല സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ നമ്മൾക്ക് കോരമംഗലയോ അല്ലെങ്കിൽ MG റോഡോ അങ്ങനെ സിറ്റിയിലേക്ക് തന്നെ പോകണം, വേറെ എവിടെ ഇല്ല. ഇപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഒരുവിധം ആൾക്കാർ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഇതേപോലത്തെ ബ്രാൻഡഡ് ഷോപ്പുകളും എല്ലാം വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സിറ്റിയിലൊക്കെ ആൾക്കാർ പോകുന്നത് വളരെ കുറഞ്ഞു. നമ്മളെ കയ്യെത്തും ദൂരത്ത് തന്നെ എല്ലാം അടുത്തടുത്ത് തന്നെ ഇങ്ങനത്തെ അവൈലബിലിറ്റി ഒക്കെ വന്നു. അങ്ങനെ ഇലക്ട്രോണിക് സിറ്റിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല. ഇലക്ട്രോണിക് സിറ്റീൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ.